പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ആശീർവാദമുള്ളതായിരിക്കും. ഈ സ്ഥലം കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ട്, ഒരു മലമ്പ്രദേശമാണെന്ന് തോന്നുന്നല്ലോ എന്ന് വിചാരിക്കുകയാണോ? യൂറോപ്പിൽ ആസ്ട്രിയ എന്നൊരു സ്ഥലമുണ്ട് അല്ലേ? ജർമ്മനിയുടെ അടുത്താണുള്ളത്. അവിടെയുള്ള മലകളാണ് ഇത്. ആൽപ്സ് മലനിരകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പരന്നു കിടക്കുന്ന ആൽപ്സ് മലയാണിത്. കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു, മനോരമ്യമായിരിക്കുന്നു. അതിലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശരി, ദൈവം ഇന്ന് തരാൻ പോകുന്ന വാക്കെന്താണെന്ന് ചിന്തിക്കുകയാണോ? 1 കൊരിന്ത്യർ 2 അധ്യായം 9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ആശീർവാദങ്ങൾ. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സത്യമായിട്ടും സ്നേഹിക്കുന്നുണ്ടോ? പറയൂ. നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വിശേഷപ്പെട്ട ആശീർവാദങ്ങളെ ഒരുക്കി വച്ചിരിക്കുന്നു. അത് കണ്ണ് കണ്ടിട്ടുമില്ല, ചെവി കേട്ടിട്ടുമില്ല, മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതെന്താണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യം? ലോകത്തിലുള്ളത് കണ്ണുകൊണ്ട് കാണാനാവില്ല. ഒരു വീട്, ഒരു കാറ്, ഈ ലോകത്തിന്റെ ആശീർവാദം കാണാൻ സാധിക്കില്ല. പറയുന്നത് കേൾക്കാൻ പറ്റും. ഇതെന്താണ് എന്ന് ചിന്തിക്കുകയാണോ? യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന സമയം, യേശു മരിക്കുന്ന ആ സമയത്ത് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. ഞാൻ പോയി സ്വർഗത്തിൽ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കി വെക്കും. ഒരു സ്ഥലം ഒരുക്കി വെച്ച ശേഷം ഞാൻ വന്ന് എന്റെ കൂടെ വസിക്കാനായി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ വീട്ടിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒന്നൊരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഒരുക്കിയതെന്താണ്? സ്വർഗഭാഗ്യം. അവിടെ നാം വസിക്കാനായി ഗംഭീരമായി ഒരു വീട് യേശു ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ ഉണ്ടാകുമെന്നറിയാമോ? ചില സ്ഥലങ്ങൾ കാണുമ്പോൾ പറയും, അയ്യോ, സ്വർഗം പോലെ തോന്നുന്നു എന്ന്. നിങ്ങൾ സ്വർഗത്തെ കണ്ടിട്ടേയില്ലല്ലോ. ലോകത്തിലുള്ളതിനെ അതുമായി കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. തീർച്ചയായും അത് അത്രമാത്രം ഗംഭീരമായിരിക്കും. അവിടെ ദൈവദൂതന്മാരുണ്ടാകും, വിശുദ്ധന്മാരുണ്ടാകും, ദൈവത്തിന്റെ മഹത്വമുണ്ടാകും. ബൈബിളിൽ അതൊരളവ് കാണിച്ചു തന്നിട്ടുണ്ട്. ചിന്തിക്കുമ്പോഴേ നമുക്ക് അത്ഭുതം തോന്നുന്നു. നാം അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല. പക്ഷേ അതിന്റെ മഹിമ വ്യത്യസ്തമാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ശാശ്വതമായത്. ലോകത്തിൽ നമുക്കൊരു വീട് വേണം, വരുമാനത്തിന് ഒരു വഴി വേണം, അതിന് തക്ക ജോലി, ബിസിനസ് തുടങ്ങി പല കാര്യങ്ങളുണ്ടല്ലേ. നാം പലപ്പോഴും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മോട് ദയ കാണിച്ച് ശാശ്വത കാലത്തോളം ജീവിച്ചിരിക്കുന്നതിനായി ഒരു സ്വർഗഭാഗ്യത്തെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതാണ് വലിയ ആശീർവാദമായിരിക്കുന്നത്. ഈ ലോകത്ത് എത്ര കാലം ജീവിക്കാനാകും? അത് നശ്വരമാണ്. കുറച്ചു കാലം അത്രയേയുള്ളൂ. എന്നാൽ മരണത്തിന് ശേഷം യേശുവോടൊത്ത് സ്വർഗത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് ശാശ്വതമായത്. അതാണ് നിത്യജീവൻ, നശിക്കാത്ത ജീവിതമെന്ന് ബൈബിളിൽ പറയുന്നു. അതിന് ദൈവം മഹനീയമായ ഒരു കാര്യം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു സ്വർഗഭാഗ്യത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. യേശു മുഖാന്തരം മാത്രമേ അവിടെ ചെല്ലാനാവൂ. അല്ലാതെ മറ്റൊരു വിധത്തിലും ആർക്കും സ്വർഗഭാഗ്യം നേടാൻ സാധിക്കില്ല. യേശു മാത്രമാണ് കുരിശിൽ രക്തം ചിന്തി പരിഹാരമുണ്ടാക്കി സ്വർഗത്തിലേക്ക് പോവാനുള്ള വാതിൽ തുറന്നു തന്നത്. നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കും എന്ന് വാക്ക് തന്നതും യേശുവാണ്. വേറെ ആരും ഇതുപോലൊരു വാഗ്ദത്തം തന്നിട്ടില്ല. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ ലോകത്തിലെ നന്മകൾക്കായി മാത്രം വിശ്വസിക്കാൻ പാടില്ല. ഇത് തൽക്കാലത്തേക്കുള്ളതാണ്. എന്നാൽ ശാശ്വതമായ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മഹിമയുള്ള കാര്യത്തെ വാഞ്ചിക്കണം, അതാഗ്രഹിക്കണം, അത് വിശ്വസിക്കണം. ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യം വിശിഷ്ടമായതാണ്. അതേറ്റെടുക്കാൻ തയ്യാറാണോ? അതിന് വിശുദ്ധിയുള്ള ഒരു ജീവിതം ജീവിക്കണം. അതിന് തക്കതായ നീതിയുള്ള ഒരു ജീവിതം ജീവിച്ച് യേശുവിനെ ശരിയായി പിന്തുടർന്നാലേ ആ ജീവിതം നേടാനാവൂ. ആ ഭാഗ്യം നേടാനായി പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങ് എനിക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗഭാഗ്യം, അത് കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടിട്ടില്ല. അതെത്രത്തോളം മഹിമയുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ഭാഗ്യം എനിക്ക് തീർച്ചയായും തരണം.
ആ അനുഭവത്തിൽ ഞാൻ പ്രവേശിക്കണം. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം സ്വർഗരാജ്യത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ഞാൻ വസിക്കണം. അതിനായി ഒരുങ്ങാനുള്ള കൃപ എനിക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ